യഥാർത്ഥമായ ശരീരം നയിക്കുവാൻ ഈ മകളെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ കുഞ്ഞിന് ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിൻ്റെ ജനനത്തിനും വളർച്ചയിലും താല്പര്യം സന്തോഷമുള്ള എല്ലാവർക്കും വിശിഷ്യായ കുടുംബത്തിനും വിശിഷ്യ എന്നൊരു അഭിമാന സ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ശിഷ്യന് വേണ്ടി നിങ്ങൾ എല്ലാവരും തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവാശ്രയബോധത്തിന് വളരുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് വളരുവാനും ഈശോ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിനും വർഷം പ്രീതിയിൽ വസ്ത്രത്തിലും ശബ്ദത്തിലും വളർന്നു വന്നതുപോലെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കുടുംബത്തിന് വലിയ അനുഗ്രഹമായി ചെയ്തതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി ഈ കുദാശയുടെ അവസരത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. സമാധാനം ദൈവമേ, ഞങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. രാവും പോലെ ഞാൻ കണ്ണീര് കുടിക്കുന്നു, ഞാൻ എപ്പോഴെന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുകൊള്ളുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും, എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക, രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്ത് പ്രവേശിക്കുക സാധ്യമല്ല. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, എന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. എൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസി ഉദാശികളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഗാന്ധി പ്രതി ഈ ദാസിയോട് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവസാന മാതാപിതാക്കൾ മറുപടി നൽകുക. പിശാചിന്റെ അടിമകൾ മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോമിശിഹായുടെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേകത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സിസിലി മുദ്രതയായിരിക്കുന്നു. Amen.
ആരാധനയെ സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നാം എല്ലാവരും അടുത്ത ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാം മനുഷ്യന്മാർ ഏർപ്പെടില്ല. ഇവരെല്ലാവരും ക്രിസ്തുവരാണെങ്കിൽ അപരാധം കണ്ടറിയാം. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശമാണ് ജീവനമായ മനസ്സിലായും സമാധാനം നിങ്ങളോടുകൂടെ ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവൻ നീ ചെയ്യുന്ന ഈ അടയാളം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, ആയമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അമ്മയോട് കരുതൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കുവാൻ കഴിയില്ല. യേശു പ്രതിബന്ധിച്ചു, സത്യസത്യമായി ഞാൻ എന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം പ്രവേശിക്കില്ല സാധിക്കില്ല. മാംസം ജനിക്കുന്നത് മാംസമാണ്, ആത്മാവ് ജനിക്കുന്നത് ആത്മാവ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതിന് എവിടെ നിന്ന് വരുന്നുവെന്നോ അതിലേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ വഴി ദൈവത്തിനായി എല്ലാ ജനതകളെ സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെട്ട് മാമസം നൽകുവാനും എന്റെ കൽപ്പനകളെ വർദ്ധിച്ച് ഞങ്ങളെ കിട്ടാൻ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിക്കുന്ന സഭ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുകയാകട്ടെ. മനുഷ്യരെല്ലാവരും
എൻ്റെ രക്ഷാകരനെ നമ്മുടെ സിദ്ധാന്തമാകട്ടെ. നമ്മൾ വിതരണം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ചിന്തന് നിന്റെ ജീവിതത്തിലേക്കുള്ള കമാണമായി തീർക്കട്ടെ. സകലത്തിന്റെയും സർവശക്തന് പിതാവുമായ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിനെ സത്താവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സത്യങ്ങളുമുള്ള ആദ്യസാധനം ഗുണങ്ങൾക്കെല്ലാമുള്ള ഏകകർത്താവുമായി വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യമാകുന്നവനും അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി കടന്നുവെന്നും അന്ത്യവശിലാഘോഷത്തിന്റെ കാലത്ത് വെള്ളം സഹിക്കുകയും ദൈവാലയപ്പെട്ട നയിക്കുകയും സംസ്കരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തുകൊണ്ടാണ് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളിക്ക് രാവിലെ അർത്ഥപാട്ടിരിക്കുന്നവരും മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാനും അവിടുന്ന് വീണ്ടും വരുവാനും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും സുഖദാതാവുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയും പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർത്തിയായ സഹോദരന്റെ ആമോദിസ നൽകുവാൻ സ്ത്രീകന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഉദാശിഹാവിനെ പരികർമ്മ ചെയ്യുവാൻ എന്നെ യോഗ്യരാക്കണമേ. സകലതിനെ നാഥായിനെ നമ്മുടെ കർത്താവിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ദയിക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെ നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ ആവാസത്തിൽ പൗത്രീകരിക്കപ്പെട്ട കൊണ്ട് അഭിഷുദ്ധരാകുന്നു. ദാസരംശയുടെ രാജകീയമായ പൗർവത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളാകുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവായ ദൈവമേ, വർദ്ധാനിച്ച് മാമത്ത് സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവർത്തിക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുഞ്ഞിനെയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്നതായി പുതിയപരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സിസിലി വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സിസിലിയെ മാമോദി സമർപ്പിക്കപ്പെടുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് വിശുദ്ധയുടെ മക്കളെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസ വഴി ദൈവപുത്രിയായി തീർന്ന ഈ ശിശുവിനോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും അങ്ങയുടേതാകുന്നു. ആമേൻ.
പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനങ്ങൾ ദാസൻ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ വിശുദ്ധായുടെ അവകാശം പരിശുദ്ധാത്മാവിന്റെ കൃപാവത നിയമമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസസത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ദയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയോസേപ്പിന്റെയും വിശുദ്ധ സ്ത്രീകന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമായുടെയും മറ്റു സാക്ഷികളുടെയും സംഘർഷങ്ങളുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടപെടലിന്റെയും വിശുദ്ധ മാതൃക വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധമായ ആമോദീസായരുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയിലൂടെ വിശുദ്ധ പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് അതിനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവപ്രേക്ഷതയായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനസ്സിലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് അതിനെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രം കുടുംബത്തിന്റെ പ്രകാശവും നാടിനെ സേവനമാകുന്നതുമായി ചെയ്യുവാൻ ദൈവം നിന്നെ യോഗ്യയാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാമോദീസ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആഘോഷം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ആഗ്നസ് മറിയം പിയൂസ് സിസിലി എന്ന മാമോദീസ നാമത്തിൽ ക്രിസ്ത്യാനി സഭയുടെ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാമോദീസയിലൂടെ ഈശോയുടെ കുഞ്ഞോമനയായി മാറിയ വാവയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊള്ളുന്നു. So let's begin our celebration. Firstly, I would like to extend a warm welcome to everyone gathered here for baptism ceremony of our dear little cutie, Agnes Mariam Pius. Welcome you all to this joyous occasion. Let us introduce ourselves. I am Anna. I am Daniel. We are thrilled to stand before you and be a part of this celebration. We are here to take part in the joy of our dear couple, Mr. Pius Jacob and Minu Devsikuti, to meet the great Agnes Mariam. She is a treasured gift to our entire family. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആഗ്നസ് മറിയം.
We all are here to praise the Almighty for His enduring kindness upon this family. Let me invite Mr. Pius, Miss Minu, and their charming, beautiful little princess to the stage. A big round of applause. താങ്ക് യു സോ മച്ച്. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നന്ദിയോടെ കർത്താവിനെ ഓർക്കാം. Parents, on this blessed day, it's none other than her grandparents. They are overjoyed with their precious grandchild. അടുത്തതായി ആഗ്നസ് ബേബിയുടെ ഗ്രാൻഡ് പാരന്റ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's make this moment even more special. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ്
മൈക്കിൾ എലിയാസ്, ജാക്സൺ എലിയാസ്, വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അജാടത്തേണ്ടി. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്. ഒരു കലാതിലകമായാലും കാവ്യമാധവനെ പോലെയോ മഞ്ജുവാരിയെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറിയിട്ട് വരും. നൃത്തം ഒരു വലിയ മഹാസാഗരം. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോ. താളത്തില് ഗാനത്തിന് പാടും ഒരു ഓളത്തില് കൂട്ടായി
കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാകും. പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കുറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. പാടത്തെ പാട് പാട്. छैया छैया पाँव जन्नत चले चल छैया चल छैया 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 चल छैया 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 चल छैया 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 എന്നോടിഷ്ടം